ഇതാണ് ആർട്ടിക്. ഈ ലോകത്തിൽ വിന്റർ അപ്പോക്കലിപ്സ് സംഭവിച്ചിരിക്കുന്നു. എല്ലാ ഭയവും ഐസും മഞ്ഞും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അവിടെ പറയാതെ പോയ കഥകളും ലെജൻഡ്സ് ഓഫ് റിച്വൽസും ജീവിച്ചിരുന്നു. ഇവിടെ ലൈഫ് ഇമ്പോസിബിൾ ആണ്. അറിയാവുന്ന ജീവികളെല്ലാം ഇതിനോടകം എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ആകെ ബാക്കിയുള്ളത് ഡെഡ്ലി ആയിട്ടുള്ള മിത്തിക്കൽ ക്രീച്ചേഴ്സ്. അവരുടെ പർപ്പസ് ഹണ്ടിങ് ആൻഡ് കില്ലിങ്. ഏതു നീക്കം വേണമെങ്കിലും അവസാനത്തെ ആവാം. ദേ വോണ്ട് us dead. The only objective is survive. നമ്മളങ്ങനെ വേൾഡിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫുഡും വാട്ടറും ആണ്. ഗെയിമിൽ ട്രീ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഭയങ്കര റെയറായിട്ടാണ് ട്രീ ഒക്കെ കാണുള്ളൂ. പിന്നെ രാവിലെയും രാത്രിയും ഹോസ്റ്റലിന് മുമ്പ് സ്പോൺ ആയിക്കൊണ്ടിരിക്കും. വേൾഡിലേക്ക് എത്തിയിട്ട് 10 സെക്കൻഡ്സ് പോലും ആയിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ ഫ്രീസ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വേൾഡ് ഹാർഡ് കോർ മോഡിൽ ലോക്ക്ഡൗൺ. അതുകൊണ്ട് ഒരു തവണ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് സ്പോൺ ആവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചായിരിക്കണം. ഗെയിമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ആ ഹാർട്ടിൽ കാണുന്ന വൈറ്റ് സംഭവമാണ് നമ്മുടെ ടെമ്പറേച്ചറിനെ കാണിക്കുന്നത്. ടെമ്പറേച്ചർ ശരിക്കും ഡൗൺ ആവാതിരിക്കാനായിട്ട് നമ്മൾ നോക്കണം. അത് കുറച്ച് ടാസ്ക്കാണ്. നമ്മുടെ അടുത്ത് എപ്പോഴും ചൂട് കിട്ടണ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അടുത്തുണ്ടാവണം. അതുപോലെ തന്നെയാണ് ഡീഹൈഡ്രേഷൻ്റെ ലെവലും. നമ്മൾ ഡീഹൈഡ്രേഷൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ അതും നമുക്ക് മരണത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഓരോ സമയത്തും നമ്മുടെ ലെവൽ കുറയണനുസരിച്ച് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഡയറക്റ്റ് വെള്ളം പോയിട്ട് കുടിക്കാൻ പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് പ്യൂരിഫൈ ചെയ്ത വെള്ളം തന്നെ കുടിക്കണം. അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്ലോനെസ് നമുക്കുണ്ടാവും. ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരും. നമ്മുടെ ഹെൽത്ത് കുറയും. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം. ഇപ്പം തന്നെ നമുക്ക് വീക്ക്നെസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കുറച്ച് ചൂട് ഒപ്പിക്കണം. അതിനായിട്ട് നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. ഫർണസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടിയ കുറച്ച് വുഡ് എടുത്ത് വെച്ചിട്ട് ചാർക്കോളിൽ നിന്ന് നമുക്ക് ഹീറ്റ് ഒപ്പിക്കണം. അതുപോലെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് മോബ്സുകൾ സ്പോൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ചൂട് കിട്ടിയപ്പോൾ നമുക്ക് വാമത്തിനുള്ളൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനോടകം നമ്മുടെ ഹങ്കറും ഡീഹൈഡ്രേഷൻ ലെവലും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് എത്ര പെട്ടെന്ന് റീഫിൽ ചെയ്യണം. ഞാൻ ടോർച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ടോർച്ച് വെച്ചാലും നമുക്ക് ചൂട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോർച്ച് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. കുറച്ച് സ്റ്റോൺ ഒപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ടൂൾസൊക്കെ ഒന്ന് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യണം. നമ്മൾ ടൂൾസൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വുഡ് ഒപ്പിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ശ്രദ്ധിച്ച് പുറത്തിറങ്ങിയിട്ട് കുറച്ച് വുഡും കൂടെ നമുക്ക് കളക്ട് ചെയ്യണം. കാരണം വുഡ് വളരെ അത്യാവശ്യമാണ്. ആകെ കൂടെ 2 ലോക്ക് വുഡ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ടൂൾസ് എല്ലാം ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യണം. വുഡ് നമുക്ക് വളരെ റെയറായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ കിട്ടുന്ന വുഡെല്ലാം നമുക്ക് എടുത്തേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്. കാരണം ചില ഭാഗത്തൊക്കെ പൗഡേർഡ് സ്നോയാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ മുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് സ്നോയിൻ്റെ അകത്തേക്ക്. അതുപോലെ ഐസിൻ്റെ മേളിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നടക്കണം. ഫോഴ്സ് എങ്ങനെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഐസ് പൊട്ടി നമ്മൾ വെള്ളത്തിൻ്റെ അകത്തേക്ക് ചാടാൻ ചാൻസ് ഉണ്ട്. വെള്ളത്തിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസായി മരിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. കുറച്ച് മിനറൽസ് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കോള്, അയൺ, കോപ്പർ നമുക്കിതിൽ വളരെ അത്യാവശ്യമാണ്. കാരണം കോപ്പർ വെച്ചിട്ടാണ് വാട്ടർ പ്യൂരിഫൈ ഉള്ള ഐറ്റം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് കോപ്പർ നമ്മൾ കളക്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഗെയിമിനെ പറ്റി അറിയുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കളിച്ച് മനസ്സിലാക്കണം. പോകുന്ന വഴി ഞാനൊരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഫ്യൂച്ചറിലെങ്ങാനും ഡയമണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതുവരെ ഡയറക്റ്റ് പോയിട്ട് കുറച്ച് ഡയമണ്ട് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അയൺ കളക്ട് ചെയ്യാനുണ്ട്. ഇതുവരെ അയൺ കിട്ടിയിട്ടില്ല. അയൺ വെച്ച് ഷീൽഡും അതുപോലെ തന്നെ ബക്കറ്റും ഉണ്ടാക്കണം. ഞാൻ മൈൻ ചെയ്ത് പോയ വഴി തന്നെ കുറച്ച് അയണും കൂടെ ഉണ്ടായി. അപ്പോൾ അയണും കൂടെ ഞാൻ കളക്ട് ചെയ്യാണ്. 4 അയൺ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഷീൽഡും അതുപോലെ ഒരു ബക്കറ്റും കൂടെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള അയണായിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം മൈൻ ചെയ്ത ശേഷം നമ്മുടെ പിക്കാക്സ് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലേക്ക് പോയിട്ട് കിട്ടിയ ഐറ്റംസൊക്കെ സ്മെൽറ്റ് ചെയ്തെടുക്കണം. അതിനെ കുറച്ച് ഫർണസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിലേക്ക് കോപ്പർ, അയൺ എടുത്ത് വെക്കുന്നുണ്ട്. അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത ഫർണസിൽ ഞാൻ കോപ്പറും കൂടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് സ്മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് കുറച്ചും കൂടെ മൈൻ ചെയ്യാനായിട്ട് പോകാമെന്ന് കരുതി നമുക്ക് കുറച്ചും കൂടെ അയൺ ഒപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് കുറച്ച് മൈൻ ചെയ്ത ഡീപ് സ്ലേറ്റിൻ്റെ ഭാഗം വരെയെങ്കിലും എത്തിക്കാനാണ്. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഡയമണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് എന്തായാലും അധികം നേരം ഒന്നും ഈ അണ്ടർഗ്രൗണ്ടിൽ സർവൈവ് ചെയ്ത് നിൽക്കാനും പറ്റില്ല. നമുക്ക് പുറത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഡീപ് സ്ലേറ്റിലേക്ക് എത്തിച്ചിട്ട് നമുക്ക് തിരിച്ച് മേളിലേക്ക് പോകാം. നമ്മുടെ ഐറ്റംസൊക്കെ സ്മെൽറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അയണും അതുപോലെ കോപ്പറൊക്കെ അത്യാവശ്യം സ്മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ അയൺ വെച്ചിട്ട് ഒരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഷീൽഡും അതുപോലെ ഒരു ബക്കറ്റും കൂടെ ക്രാഫ്റ്റ് ചെയ്യണം. കുറച്ച് വെള്ളം കളക്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കണ മുമ്പ് തന്നെ കുറച്ച് ചെയിൻ ക്രാഫ്റ്റ് ചെയ്ത് വെക്കണം. 2 ചെയിൻ ആവശ്യമുണ്ട്. അത് വെച്ചിട്ട് വേണം വാട്ടർ പ്യൂരിഫയർ ഉണ്ടാക്കാൻ. അതിന് വാട്ടർ പ്യൂരിഫയറിന് ചെയിൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാനുള്ള അയൺ തികയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും മൈൻ ചെയ്യാനായിട്ട് പോവാണ്.
മൈൻഡ് ചെയ്ത് ഞാൻ ഡീപ് സ്ലേറ്റിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഡീപ് സ്ലേറ്റ് ഉള്ള ഭാഗത്ത് ചിലപ്പോൾ ഡയമണ്ട്സ് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഡയമണ്ട്സ് കിട്ടുകയാണെങ്കിൽ തന്നെ കളക്ട് ചെയ്യാനുള്ള അയൺ പിക്കാക്സ് ഇല്ല. മൈൻഡ് ചെയ്ത് പോയിട്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് കിട്ടിയില്ല. ഏതായാലും ഞാൻ ഫ്രീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടു ഗൈസ്, നമ്മൾ കിടന്ന് വിറയ്ക്കുന്നുണ്ട്. ഞാൻ ഏതായാലും ബേസിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ച് സ്പേസ് ഒപ്പിക്കണം. കാരണം നമ്മുടെ വാട്ടർ പ്യൂരിഫയർ വെക്കാനായിട്ട് സ്ഥലം വേണം. ക്യാമ്പ് ഫയറും പിന്നെ അതുപോലെ വാട്ടർ ബക്കറ്റും കൂടി ക്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഏതായാലും കുറച്ച് സ്ഥലം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് വാട്ടർ പ്യൂരിഫയർ. ഇത് ഉണ്ടാക്കണമെങ്കിൽ ചെയിൻ വേണം. ഞാൻ ചെയിൻ ഉണ്ടാക്കണമെങ്കിൽ ചെറിയൊരു മണ്ടത്തരം കാണിച്ച് വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കി വെച്ച് ഡീഹൈഡ്രേഷൻ ലെവൽ ശരിയും കുറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഫർണസിൽ വെച്ചിട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ച് ഫർണസ് വെച്ചുകൊണ്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട്. പക്ഷെ അത് കുടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഫർണസിൽ നിന്നും പ്യൂരിഫൈഡ് വാട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി അത് കുടിക്കാൻ പറ്റുമെന്ന് അറിയണം. ഇതായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിൽ ഉണ്ടാക്കേണ്ടി വരും. ഗ്ലാസ് ബോട്ടിലിനായിട്ടുള്ള ഗ്ലാസ് എൻ്റെ ഉണ്ട്. സാൻഡ് ഇവിടെ കുറേ ഉണ്ടായി. അതിൽ നിന്ന് ഗ്ലാസ് ബോട്ടിൽ ഉണ്ടാക്കാൻ പറ്റി. ഇപ്പോൾ ഇനി ഇത് കുടിക്കാൻ പറ്റുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഗൈസ്, ഈ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഇതിൽ നമുക്ക് വലിയ എഫക്റ്റ് ഇല്ല എന്ന് കാണിച്ചിട്ടുണ്ട്. നോ എഫക്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീഹൈഡ്രേഷൻ വരത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും ചെയിൻ ഉണ്ടാക്കാനുള്ള അയൺ തപ്പി ഞാൻ പോവാണ്. ഞാൻ കുറച്ച് മൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുറച്ചും കൂടെ അയൺ കിട്ടിയിട്ടുണ്ട്. ഈ അയൺ വെച്ചിട്ട് ചെയിൻ ഉണ്ടാക്കണം. ചെയിൻ ഉണ്ടാക്കിയിട്ട് ആ ചെയിൻ വെച്ചിട്ട് വേണം ക്യാമ്പ് ഫയറിന് വേണ്ടോ ആ ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ടാക്കാനായിട്ട്. 4 അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെയിൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയിൻ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ഒരു ഡ്രം ഉണ്ടാക്കുന്നുണ്ട്. കോപ്പർ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അത് വെച്ചിട്ട് വേണം ഈ കോപ്പറിൻ്റെ ഈ ഒരു വാട്ടർ പ്യൂരിഫയർ പോലത്തെ സാധനം ഉണ്ടാക്കേണ്ടത്. ഒരു ക്യാമ്പ് ഫയറും കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പ് ഫയറും കൂടെ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള വുഡ് മൊത്തം തീർന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നമുക്ക് ഇനിയും വുഡ് കളക്ട് ചെയ്യാനായിട്ട് പോകണം. ഇതാണ് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ. ഇതിനകത്ത് വെള്ളം വെച്ചിട്ട് ഇത് മൊത്തം പ്യൂരിഫൈ ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെള്ളം പ്യൂരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് നമുക്ക് കുടിക്കാം. ഇനി കുടിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും പറ്റാൻ പോകുന്നില്ല. പ്യൂരിഫൈഡ് വാട്ടർ കുടിക്കുന്നതനുസരിച്ച് നമ്മൾ ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ നന്നായി. ഏതായാലും ഞാൻ ഫുൾ ലെവലും ഞാൻ ഹൈഡ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹൈഡ്രേഷനെ പറ്റി നമ്മൾ ഓർക്കേണ്ട, ഇനി നമുക്ക് ഹങ്കറാണ് മാറ്റേണ്ടത്. നമ്മളിനി എവിടെ പോകുമ്പോഴും വെള്ളം ക്യാരി ചെയ്തുകൊണ്ട് തന്നെ പോകണം. ഹങ്കർ കുറയ്ക്കാനായിട്ട് എഡിബിളായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണം. ഇവിടെ ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷ് നമ്മൾക്ക് പിടിച്ചേ പറ്റുള്ളൂ. ആ ഭാഗത്തായിട്ട് സ്പൈഡർ ഉണ്ട്. സ്പൈഡറിനെ കൊന്നിട്ട് ഫിഷിംഗ് റോഡ് ഒപ്പിക്കണം. ഫിഷിംഗ് റോഡ് വെച്ചിട്ട് ഫിഷ് ഉണ്ടെങ്കിൽ അതിനെ പിടിക്കാമെന്ന് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ സോംബീസിനെ കൊന്നിട്ട് അതിന് റോട്ടൻ ഫ്ലഷ് നിന്നുകൊണ്ടിരിക്കാം. ആ ഭാഗത്തായിട്ട് ട്രീ നിൽക്കുന്നുണ്ട്. ആ ട്രീയും കൂടെ നമുക്ക് കളക്ട് ചെയ്യാം. റോട്ടൻ ഫിഷ് കഴിക്കാനായിരിക്കും കുറച്ചും കൂടെ എളുപ്പം തോന്നുന്നു. കാരണം ഫിഷിംഗ് റോഡൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ ഹങ്കർ ശരിക്കും കുറയും. ഇവിടെ കുറച്ച് സോംബീസ് വരുന്നുണ്ട്. അപ്പോൾ സോംബീസിനെ പിടിച്ച് റോട്ടൻ ഫ്രഷ് കഴിക്കാം. നമ്മൾ ആ ഐസിൽ കുറച്ച് ഫോഴ്സ് കൂടുതൽ കൊടുത്തു. അതുകൊണ്ടാണ് ആ ഐസ് പൊട്ടിപ്പോയത്. ഇതിപ്പോൾ വെള്ളത്തിലായതെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ഫ്രീസ് ആയേനെ. ഏതായാലും ഹങ്കർ കുറച്ച് കുറയ്ക്കാൻ പറ്റിയ ഒരു റോട്ടൻ ഫ്രഷ് കിട്ടിയിട്ടുണ്ട്. റോട്ടൻ ഫ്രഷ് വെച്ച് നമുക്ക് അധികം കാലം ഒന്നും പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഫുഡ് സോഴ്സ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ ബേസിൻ്റെ മാത്രം ക്രീപ്പർ ഉണ്ട്. നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് സ്ട്രിങ് ഒപ്പിക്കാൻ ഞാൻ കരുതിയതാണ്. ക്രീപ്പർ അകത്തേക്ക് വന്ന് ക്രീപ്പർ ആ ഭാഗം മൊത്തം പൊട്ടിച്ച്. നമുക്ക് ഏതായാലും ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പുറത്തിറങ്ങി കുറച്ച് സ്ട്രിങ് ഒപ്പിക്കണം. ഇവിടെ ഒരു സ്പൈഡർ വന്നിട്ടുണ്ട്. നമുക്ക് സ്പൈഡറിനെ കൊല്ലണം. നമ്മുടെ ഹെൽത്ത് വളരെ കുറവാണ്. അതാണ് വേറെ പോയിന്റ്. ഈ സ്പൈഡറിന് 2 അടി മതി നമ്മൾ ചാവാൻ. നമുക്ക് അടിക്കാൻ പറ്റില്ല. ആ ഭാഗമൊക്കെ ഈ ഐസിൻ്റെ മേളിൽ കൂടെ നമുക്ക് അധികം നേരം ഒന്നും ഓടാൻ പറ്റില്ല. അത് വേറെ കാര്യം. ഓടാൻ വരെയൊക്കെ പറ്റില്ല. ഫൈനലി ഏതായാലും ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പുറത്തിറങ്ങി പോയിട്ട് കുറച്ച് ഫിഷിനെ ഒപ്പിക്കണം. നമ്മുടെ ഹങ്കർ വളരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് വളരെ കുറവാണ്. നമുക്ക് ഐസിലേക്ക് ഫിഷിംഗ് റോഡ് ഇട്ടിട്ട് ഫിഷ് ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് നോക്കാം. ഏതായാലും മറൈൻ ലൈഫ് പോസിബിൾ ആണ്. അതായത് നന്നായി നമുക്ക് ഫിഷ് നമുക്ക് ഫുഡ് സോഴ്സ് ആയിട്ട് ഇനി മെയിനായിട്ട് ഉപയോഗിക്കാം. ഇനി കുറച്ചധികം നേരം നമുക്ക് ഫിഷിംഗ് റോഡ് ഇട്ട് കുറച്ച് ഫിഷിനെ ഒപ്പിച്ചിട്ട് നമ്മുടെ ഹങ്കർ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഫിഷ് കുക്ക് ചെയ്ത് ഞാൻ കഴിക്കുകയാണ്. നമ്മുടെ ഹങ്കർ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം പുറത്തിറങ്ങിയിട്ട് നമുക്ക് പറ്റിയ എന്തെങ്കിലും സ്ട്രക്ചറോ എന്തെങ്കിലും കാണാമെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള സ്ട്രക്ചറും അതുപോലെ കിട്ടുന്ന വുഡൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. ഏതായാലും നമ്മുടെ കയ്യിൽ വുഡ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇനി വുഡ് കളക്ട് ചെയ്യാൻ പോകണം. ഈ ഭാഗത്തോട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സ്പ്രിന്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ പൗഡർ സ്നോ ഏതാണ് സാധാ സ്നോ ഏതാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും വരുന്ന വഴിയിൽ ഞാൻ ചെറുതായിട്ടൊരു സ്നോയിൽ പെട്ടുപോയിട്ടുണ്ടായി. കുറച്ച് പാടുപെട്ട് പുറത്തിറങ്ങാനായിട്ട്. ഏതായാലും ഞാൻ കുറച്ച് ടോർച്ചൊക്കെ വെച്ച് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറണം. കാരണം ഇവിടെ ഒരുപാട് മോംസ് ഉണ്ട്. ആ ഒരു ഭാഗത്തായിട്ടൊരു മരം നിൽക്കുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. അതിൻ്റെ അടുത്തായിട്ട് ഒരു ഹീറോബ്രെയിനെ പോലത്തെ ഒരു ജീവി നിൽക്കുന്നുണ്ട്. ആ ഒരു ജീവി കാണാതെ എങ്ങനെയെങ്കിലും ആ ഒരു മരം കളക്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്.
ഏതായാലും ഈ മലേന്റെ മേളിൽ കൂടെ പോയിട്ട് അവിടേക്ക് എത്താൻ പറ്റും നോക്കാം. ഇവിടെ ഒരു കേവ് ഉണ്ട്, അപ്പോൾ ആ കേവിലൂടെ എങ്ങനെയും കയറാൻ നോക്കാം. ഈ മഞ്ഞിൽ എപ്പോഴും പെട്ടുപോകും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കേവിലൊക്കെ ചില സമയത്ത് പൗഡർ സ്നോ കാണും, അതുകൊണ്ട് അതിൽ പോയിട്ട് പെടാൻ ചാൻസ് ഉണ്ട്. അതിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ വേറെ രീതിക്ക് പോയിട്ട് എത്തും. നമ്മൾ നോക്കി വെച്ച മരം എന്താ അവിടെ നിൽക്കുന്നുണ്ട്, അത് പോയിട്ട് എങ്ങനെയും കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ മൊത്തം മോഫ്സ് ഉള്ളതുകൊണ്ട് അതെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. മേളിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അടുത്ത് തന്നെയായിട്ട് വേറൊരു മരം നിൽക്കുന്നുണ്ട്, അതായത് നന്നായി നമുക്ക് എളുപ്പത്തിൽ പറിക്കാൻ രീതിയിലുള്ള മരമാണ്. നമ്മൾ ആ താഴേക്ക് പോയെങ്കിൽ എന്തായാലും മരിച്ചേനെ. പക്ഷെ നമ്മൾ അടുത്ത് തന്നെ ഒരു മരം നിൽക്കുന്നുണ്ട്. രാത്രി ഈ മഞ്ഞത്തെ കൂടെ നടക്കാനായിട്ട് ചെറിയൊരു പേടിയുണ്ട്. ഇപ്പം എങ്ങാനും പെട്ടെന്ന് വെച്ചിട്ട് ജംസ്കെയർ വന്നാൽ തന്നെ ഞാൻ ഞെട്ടും, അത് ഉറപ്പാണ്. അതിൽ നേരമൊന്നും എനിക്കിവിടെ പിടിച്ചേക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ബേസിലേക്ക് പോവാണ്. കാരണം ഇപ്പം തന്നെ ഇവിടെ മോപ്സ് സ്പോൺ ആവും. ഏതായാലും ബേസിന്റെ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ബേസിലേക്ക് പോയിട്ട് വുഡ് വെച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഒരു ചെസ്റ്റും അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കാനായിട്ടുണ്ട്. ഞാൻ ബേസ് എവിടെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ചെറിയ ഗുഹയിലാണ് നമ്മുടെ ബേസ്. അയ്യോ ദേ ഇവിടെ വേറെ ഒരു പൗഡേഴ്സിന് പെട്ടുപോയതിനെ. ഇപ്പോൾ വലിയ ആഴം ഉണ്ടായില്ല, അതുകൊണ്ട് എന്തായാലും നന്നായി. ഇതാണ് നമ്മുടെ ബേസ്, ഇതിന്റെ അകത്താണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചാണ്. ഗൈസ് അങ്ങനെ കുറെ നേരത്തിന് ശേഷം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ കുറച്ച് സമാധാനമുണ്ട്, മോപ്സിനൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, അതായത് നന്നായി. ഞാൻ ഏതായാലും ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു ഫിഷ് ചെയ്തിട്ട് നമ്മുടെ ഫുഡൊക്കെ ഒന്ന് റീഫിൽ ചെയ്യണം, നമ്മുടെ ഹങ്കറും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം. ഈ ഫ്രീസിംഗ് ടെമ്പറേച്ചറിൽ ഇവിടെ നിന്നിട്ട് ഫിഷ് ചെയ്യാനായിട്ട് വേറെ ഫീൽ തന്നെയാണ്. കുറച്ച് ഫുഡ് ഒപ്പിച്ച ശേഷം നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകണം. ഇന്നലത്തെ പോലെ വുഡ് കളക്ട് ചെയ്യാനൊന്നുമല്ല, നമുക്ക് വല്ല പുതിയതായിട്ടുള്ള സ്ട്രക്ചറും എല്ലാം സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയാണ് ഞാൻ പോകാൻ നിൽക്കുന്നത്. ഞാനത് വെള്ളം കുടിച്ച് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ബേസിൻ്റെ ഭാഗത്തായിട്ട് ഒരു സ്ട്രേ സ്പോൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അമ്പ് കൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് പാചകവും കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആണ്. ഈ സ്ട്രേനകത്ത് നമ്മളെ മേത്തേക്ക് വിടുന്ന അമ്പെല്ലാം കറക്റ്റായിട്ട് വന്ന് കൊള്ളും, എവിടെ നിന്ന് വിട്ടാലും വന്ന് കൊള്ളും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബേസിൻ്റെ ഭാഗത്തായിട്ട് ഒരു സോംബി സ്പോണായി വന്നിട്ടുണ്ട്. നമ്മുടെ ബേസ് മാറി നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം റിസോഴ്സൊക്കെ ഉള്ള ഈ ഭാഗത്തായിട്ട് ഒരു സാധനമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് മാറണം. ഏതായാലും ഫുഡൊക്കെ സെറ്റ് ആയ സ്ഥിതിക്ക് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ കരുതുന്നതാണ്. അപ്പോഴേക്കും ഞാൻ ഐസിൻ്റെ വെള്ളത്തിലേക്ക് ചാടിപ്പോയി. ഞാൻ ബോട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ബോട്ടും കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പോകാൻ സാധിക്കും, പക്ഷേ കൺട്രോൾ കിട്ടില്ല എന്ന് മാത്രം. ഇവിടെ ഒരുപാട് മോംസ് സ്പോണായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുന്നതനുസരിച്ച് സ്പോണായിക്കൊണ്ടേയിരിക്കും. നമുക്കിനി പോകേണ്ടത് പോളാർ ബെയറിനെ കണ്ടുപിടിക്കാനാണ്. പോളാർ ബെയറിന്റെ സ്കിൻ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ടൈപ്പ് ആർമർ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സ്പൈഡറിനെ കൂടെ കാണുകയാണെങ്കിൽ അതിന്റെ സ്ട്രിങ്ങും കൂടെ കളക്ട് ചെയ്യായിരുന്നു. സ്പൈഡർ വെച്ചിട്ട് നമുക്ക് സ്ട്രിങ് വെച്ച് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ബെഡ് ഉണ്ടാക്കിയോണ്ട് ഒരു പ്രയോജനമൊന്നുമില്ല, ഫാൻറ്റംസ് വരുന്നതും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. വീണ്ടും ഐസിലോട്ട് വീണ്ടും ഫ്രീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് നിറച്ചും മോംസ് ഉണ്ട്. അവരുടെ കണ്ണ് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് പോളാർ ബെയറിനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കണം. നമ്മൾ ഓൾമോസ്റ്റ് ഫ്രീസ് ആവാറായിട്ടുണ്ട്, അതുകൊണ്ട് ടോർച്ച് എടുത്ത് ഞാൻ വെക്കുകയാണ്. കുറച്ച് റിലാക്സ് ചെയ്തിട്ട് മുമ്പിലോട്ട് പോകണേക്ക് നല്ലത്. കയ്യിലുള്ള ഫുഡെല്ലാം ഏകദേശം തീരായിട്ടുണ്ട്, പക്ഷേ വന്ന വഴി ഞാൻ മറന്നുപോയി. ഇവിടെ കണ്ടിട്ടാണ് എല്ലാം ഒരേപോലെ പോകുന്നത്. ഫുൾ ഫോഗാണ്, ഒന്നും കണ്ടിട്ട് മനസ്സിലാവില്ല. കയ്യിൽ കോർഡിനേറ്റ്സ് ഉണ്ട്, അത് കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഏതായാലും വന്ന ജോലി ഞാൻ മറക്കുന്നില്ല. പോളാർ ബെയറിനെ ഒപ്പിക്കാതെ ഇവിടുന്ന് പോകുന്നില്ല. ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പോളാർ ബെയർ നിൽക്കുന്നുണ്ട്, അപ്പോൾ അവരുടെ അടുത്തേക്ക് പോവാം. പോളാർ ബെയർ ഇതിൽ ഹോസ്റ്റലാണ്, പക്ഷേ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവർ ഈ ഒരു ഫർ ഡ്രോപ്പ് ചെയ്യണത്. ഇത് വെച്ച് നമുക്ക് പ്രത്യേക ടൈപ്പുള്ള ആർമർ ഉണ്ടാക്കാൻ പറ്റും. പോളാർ ബെയർ നമ്മളെ കണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ പുറകെ വരുന്നുണ്ട്. അത് നമ്മുടെ പുറകെ തന്നെയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഓടി തിരിച്ച് ബേസിലേക്ക് പോകണം. അത് നമ്മൾ നിർത്താതെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനെ കൊല്ലാതെ വേറെ വഴിയില്ല. പോളാർ ബെയർ ഇപ്പോൾ നമ്മുടെ പുറകെ കുറേ നേരമായി വരുന്നത്. എന്തായാലും ഇതിനെ കൊന്നിട്ട് തന്നെ പോകുന്ന കരുതി. പാതി ഹെൽത്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു അടി കൊണ്ടപ്പോഴേക്കും ഒരു സോമിയും കൂടെ എന്നെ ഇട്ട് ഓടിക്കാനായിട്ട് വരുന്നുണ്ട്. ഇവന്മാരുടെ കൂടെ കൂടുതൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് മണ്ടത്തരാണ്. എൻ്റെ ഇപ്പോൾ ഫുഡും ഇല്ല, വെള്ളമില്ല, അതുകൊണ്ട് എത്ര പെട്ടെന്ന് നമുക്ക് ബേസിലേക്ക് പോയാൽ പറ്റുള്ളൂ. ഞാൻ ഫൈനലി കുറച്ച് ഫൈറ്റിന് ശേഷം ബേസിലേക്ക് എത്തിയേക്കാണ്. നമുക്കിത് ഫർ കിട്ടിയിട്ടുണ്ട്. ഇനി ഫർ വെച്ചിട്ടുള്ള ആർമർ സെറ്റ് ചെയ്യണം. ഈ ഫർ വെച്ചുകൊണ്ട് നമുക്ക് ഫുൾ സെറ്റ് ഓഫ് ആർമർ സെറ്റ് ചെയ്യാം. ഈ ആർമർ നമുക്ക് ഹോസ്റ്റൽ മോബ്സിൽ നിന്നും അധികം പിടിച്ചേക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഡയമണ്ട് ആർമറിനേക്കാളും കൂടുതൽ നേരം തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഈ ആർമർ വെച്ച് നമുക്ക് കൂടുതൽ നേരം ട്രാവൽ ചെയ്യാൻ പറ്റും. ഞാൻ ഏതായാലും ഫുൾ സെറ്റ് ഓഫ് ആർമർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒരു വെറൈറ്റി ആർമർ പോലെയില്ലേ. നമ്മുടെ ഇവിടെ ഷീൽഡും ഏകദേശം പൊട്ടാറായിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പുതിയ ഷീൽഡും കൂടെ ക്രാഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ആർമർ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. നമുക്ക് വല്ല സ്ട്രക്ചറോ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് നോക്കാം. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് മോബ്സൊക്കെ സ്പോൺ ആവുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഈ വേസ്റ്റിലായാലും നമുക്ക് അതിൽ നിന്നാണൊന്നും പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു ബേസ് സെറ്റ് ആക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രക്ചറുകൾ ഇനി എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അതായത് ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വേൾഡിൽ നടന്ന കാര്യങ്ങളും അതിൻ്റെ സീക്രറ്റ്സ് ഒക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ പോകേണ്ടതായിട്ടും വരും. 24 hours നമ്മൾ മരിക്കാതെ തന്നെ സർവൈവ് ചെയ്യണം. ഈ വീഡിയോ ഒരു സിംഗിൾ വീഡിയോ ആയിരിക്കും, ഒരു സെക്കൻഡ് പാർട്ടോ ഉണ്ടാവില്ല.
അങ്ങനെ ഞാൻ ഇപ്പോൾ ഏതൊക്കെയോ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് നല്ലതായിട്ടൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് വലിയ സ്ട്രക്ചറൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഗൈസ്, ആ ഭാഗത്തായിട്ട് എന്തോ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പെട്ടുപോയ ബോട്ട് പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഗൈസ്, മേളിലായിട്ട് അത് ഉപയോഗിക്കുന്ന ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ പുള്ളി ഒരു സർവൈവറാണ്. ഇതിനകത്ത് ഇവിടെ ഒരു ബാരലുണ്ട്, അതിനകത്ത് എന്തെങ്കിലും കാണണം. ഗൈസ്, അവിടെ കുറച്ച് അയണുണ്ട്. അയണും നമുക്ക് വേണ്ട ഒരു ഫിഷിംഗ് റോഡും കൂടെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഫുഡും ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ആ ബോട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫുഡും അതുപോലെ അയണൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, തന്നെ ഞാൻ കുറച്ച് ദൂരം നടന്ന് ഇപ്പം ഞാനൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ടൈപ്പ് സ്റ്റോൺ കാണാനായി സാധിച്ചു. ഈ സ്റ്റോണിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഫ്രീസിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ട്രാവൽ ചെയ്യണം. ഇനി നമുക്ക് ട്രാവൽ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബേസിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ദൂരം ഞാനിപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതിപ്പോൾ മൊത്തം ഒരേപോലെ തോന്നുകയാണ്. വന്ന വഴിയും പോണ വഴിക്കെല്ലാം ഒരേപോലെ തോന്നുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് വഴി കൂടെ അപ്പോൾ ഞാൻ പോയതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവാതെ. ഇവിടെയൊക്കെ ഒരുപാട് മോബ്സ് സ്പോൺ ആവുന്നുണ്ട്. അത് നമ്മൾ നോക്കി വേണം പോകാനായിട്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്ന വഴിയൊന്നും ഒറ്റ മരം പോലും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അവിടെ ഒരുപാട് പോളാർ ബെയറിൻ്റെ ഫർ ഉണ്ട്. നമുക്ക് ഏതായാലും അത് എടുക്കാം. നമുക്ക് എന്തായാലും ഇനിയും ഒരുപാട് ആർമർ ഉണ്ടാക്കേണ്ടി വരും. ഗൈസ്, ഇവിടെ ഒരുപാട് പോളാർ ബെയർ ഇതേ ഒരുത്തിനടിക്കണ്. ഒരടി കൂടി കൊണ്ടായാലും നമ്മൾ എന്തായാലും മരിച്ചേനെ. ഇപ്പോൾ നമ്മുടെ ഫുഡ് ഉണ്ട്, പക്ഷേ ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം നമ്മുടെ ഹെൽത്ത് കൊടുത്തില്ല. നമ്മൾ ഹൈഡ്രേറ്റും കൂടെ ആവണം. പക്ഷേ നമ്മൾ വെള്ളം കൺസ്യൂം ചെയ്യണേ കുറയ്ക്കണം. കാരണം നമ്മുടെ വെള്ളം വളരെ കുറവാണ്. ഗൈസ്, ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേറൊരു സ്ട്രക്ചറും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഒരു വീട് പോലെ ഉണ്ട്. ഇനി വല്ല വില്ലേജാണോ? നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ അടുത്ത് പോകണം. വല്ല ഫുഡ് ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റുമോ നോക്കാം. ഫുഡ് വളരെ കുറവാണ്. ഗൈസ്, കണ്ടിട്ട് ഒരു ടൈപ്പ് വാച്ച് ടവർ പോലെ ഉണ്ട്. അങ്ങോട്ട് കയറി ചെല്ലുന്നത് നല്ലതല്ല. കാരണം അവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഹോസ്റ്റലാവുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഫുഡിൽ ഒന്നുമില്ല. അതുകൊണ്ട് ചാവാൻ നല്ല ചാൻസ് ഉണ്ട്. ബേസിൽ പോയിട്ട് കുറച്ച് റിസോഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെയായിരിക്കും നല്ലത്. ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡെല്ലാം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന വെള്ളം ടോട്ടലി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ നേരം നടക്കാനും പറ്റില്ല. ഫോഗുള്ളതുകൊണ്ട് തന്നെ വഴിയെത്തിയ അവസ്ഥയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ബേസിലേക്ക് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. കോർഡിനേറ്റ്സ് ഉണ്ട്. കോർഡിനേറ്റ്സിൽ ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസ് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതിനുള്ള ഫുഡും വെള്ളമേ എൻ്റെ ഉള്ളൂ. ഇനി എങ്ങനെയെങ്കിലും മരിക്കാതെ ബേസിലേക്ക് എത്തണം. ഗൈസ്, ബേസിലേക്കുള്ള വഴി ഞാൻ ടോട്ടലി മറന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നും കണ്ടിട്ട് മനസ്സിലാവില്ല. ആ കൂടെ കയ്യിൽ കോർഡിനേറ്റ്സ് ഉണ്ട്. ആ കോർഡിനേറ്റ്സ് വെച്ച് എങ്ങനെയെങ്കിലും എത്താൻ നോക്കാം. കയ്യിലാണെങ്കിൽ വെള്ളം ഒട്ടുമില്ല. ഈ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ല. മിക്കവാറും മരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏത് വഴി കൂടെ ഞാൻ ഇപ്പോൾ പോകണമെന്ന് പോലും എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. കോർഡിനേറ്റ്സ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല. ഞാൻ ഊഹത്തിലാണ് പോകുന്നത്. ഗൈസ്, അങ്ങനെ ഫൈനൽ ബേസിൻ്റെ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പോഴാണ് സമാധാനമായത്. ഇപ്പം ഇത്ര നേരം ഞാൻ പെട്ടുപോയൊരു അവസ്ഥയായിരുന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. എന്നാലും നമ്മൾ ഫൈനൽ ബേസിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ അങ്ങനെ ഫൈനലി നമ്മൾ ബേസിലേക്ക് എത്തിയിരിക്കുന്നു. ഗൈസ്, എൻ്റെ കയ്യിൽ കുറച്ച് വുഡിൻ്റെ സാപ്ലിങ്സ് ഉണ്ട്. അതിനി ഇവിടെ നട്ട് കഴിഞ്ഞാൽ വളരുമോ നോക്കാമെന്ന് ട്രൈ ചെയ്തതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ബോൺ മീലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നട്ട് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ വളർന്നാലോ എന്ന് കരുതി ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ഥലം ക്ലിയർ ചെയ്തെടുക്കുകയാണ്. ഇവിടെ നട്ട് നോക്കാം. ഗൈസ്, ഞാൻ അങ്ങനെ കുറച്ച് സ്ഥലം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ട്രീ നട്ടിട്ടുണ്ട്. ഇനി അത് ബോൺ മീൽ ചെയ്ത് നോക്കാം, വളരുമോ ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, കുറേ ബോൺ മീൽ കൊടുത്തിട്ട് വളരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സ്ഥലം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും വളരുന്നില്ല ഗൈസ്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് ബോൺ മീൽ എടുത്തൊന്നും ഇവിടെ വളർത്താൻ പറ്റില്ല. ഗൈസ്, നമുക്ക് ഈ ഗ്ലാസ്സിൽ കുപ്പിയിൽ എപ്പോഴും വെള്ളം കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ലെതർ വെച്ചിട്ടുള്ള ഈ ഒരു ടൈപ്പ് സാധനം ഉണ്ടാക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സമയത്ത് തന്നെ 5 കുപ്പി വെള്ളം വരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഡയമണ്ടിൻ്റെ പൗച്ചാണെങ്കിൽ നമുക്ക് ഒരു സമയത്ത് തന്നെ 5 ലെവൽ വെള്ളം വരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയും ഒപ്പിക്കണം. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം ഞാൻ ഹൈഡ്രേറ്റ് ആവുകയാണ്. ഗൈസ്, ഞാനിവിടെ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് ഫിഷിനെ പിടിക്കാൻ പറ്റും. അവിടെ നിന്ന് കുറച്ച് നേരം ഫുഡ് പിടിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആർമർ ഇനി അപ്ഗ്രേഡ് ചെയ്യണം. ഈ ആർമർ വെച്ചിട്ട് ഒന്നും ആവാൻ പോകണം. അതുകൊണ്ട് നമുക്ക് ഇനി ഡയമണ്ട് ആർമറിലേക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മൾ ഇച്ചിരി കണ്ട സ്ട്രക്ചറിലേക്ക് പോയിട്ട് ആ സ്ട്രക്ചർ പോയിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട്. അവിടെ പോയിട്ട് എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് ഡയമണ്ട് മൈനിങ്ങിനായിട്ട് പോവാണ്. ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആ സ്ഥലം ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് കുറച്ച് നേരം മൈൻ ചെയ്തിട്ട് ഡയമണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഞാൻ കുറച്ച് നേരം സ്റ്റെപ്പ് മൈൻ ചെയ്ത് എത്തിയപ്പോഴേ തന്നെ എനിക്ക് കുറച്ച് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് വലിയൊരു കാര്യമാണ്. ഞാൻ എന്തായാലും ആ ഡയമണ്ട് കളക്ട് ചെയ്യണം. ഏകദേശം 4 ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഈ വേൾഡിൽ ഡയമണ്ട് കിട്ടണത്. അപ്പോൾ അതിൻ്റെ അച്ചീവ്മെൻറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം വീണ്ടും മൈൻ ചെയ്ത് പോയപ്പോഴേക്കും എനിക്ക് വീണ്ടും കുറച്ചുകൂടെ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ആ കൂടെ ഒരു ഡയമണ്ട് ഉണ്ടായുള്ളൂ.
എന്നാലും ഞാൻ വീണ്ടും മൈൻ ചെയ്ത് പോയി. ഞാൻ വീണ്ടും കുറച്ചും കൂടെ മൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുറച്ചുകൂടെ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. 4 ഡയമണ്ട് വരെ എനിക്ക് കിട്ടി. പിന്നെ കുറച്ച് ഞാൻ കേവ് എക്സ്പ്ലോർ ചെയ്തപ്പോഴേക്കും വീണ്ടും അവിടെ നിന്ന് ഒരുപാട് ഡയമണ്ട് കിട്ടി. അതും ഞാൻ കളക്ട് ചെയ്തു. ഒരുപാട് നേരം സ്ട്രിപ്പ് മൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുറച്ചും കൂടെ ഡയമണ്ട് കിട്ടി. അതും ഞാൻ കളക്ട് ചെയ്തു. പിന്നെ വീണ്ടും കുറച്ചുകൂടെ ഡയമണ്ട് സ്ട്രിപ്പ് മൈൻ ചെയ്തപ്പോൾ കിട്ടി. പിന്നെ സ്ട്രിപ്പ് മൈൻ ചെയ്തപ്പോഴേക്കും എനിക്ക് ഒരുപാട് ഡയമണ്ട് കിട്ടി ഒരു ഭാഗത്തു തന്നെ. അതെങ്ങനെ ഇത്ര ഡയമണ്ട് ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൈൻക്രാഫ്റ്റ് ഇത്ര ഡയമണ്ട് കാണുന്നത്. ഒരുമിച്ച് 5 ഡയമണ്ടിന് കൂടുതൽ 6 ഡയമണ്ട് ഉണ്ടായെന്ന് തോന്നണം അവിടുന്ന് മാത്രം. ഗൈസ്, ഞാൻ അത്യാവശ്യത്തിന് വേണ്ട ഡയമണ്ട് എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാൻ ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസിലേക്കും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷേ ഫുൾ ഡയമണ്ട് ആർമർ വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. കാരണം ഫ്രീസിനെ റെസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. നമുക്ക് ഹോസ്റ്റൽ മോബ്സ് ഒന്ന് പിടിച്ചേക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു ഡയമണ്ട് ആർമർ ഇടുന്നത്. അതുപോലെ ഫർഡ് ബൂട്ട്സിനെ കൊണ്ട് ഒരു പ്രത്യേകതയുണ്ട്. അതിട്ടുകൊണ്ട് നമുക്ക് പൗഡേഴ്സിൻ്റെ മേളിൽ കൂടെ നടക്കാനായിട്ട് സാധിക്കും. ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസും സെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് കണ്ട ആ ഒരു സ്ട്രക്ചർ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഞാൻ പോവാണ്. അതുപോലെ തന്നെ ഞാൻ അവിടെ തന്നെ ബേസ് വെക്കാമെന്നും തീരുമാനിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, ഒരുപാട് ദിവസം ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഫാൻറ്റംസ് സ്പോൺ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് സ്ട്രിങ് ഒപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കാണുന്ന സ്പൈഡേഴ്സിനെ എല്ലാവരും കൊല്ലണം. എന്നിട്ട് നമുക്ക് സ്ട്രിങ് ഒപ്പിക്കണം. ഏകദേശം 12ഓളം സ്ട്രിങ് വേണ്ടി വരും. നമുക്ക് 3 വൂളെങ്കിലും മിനിമം ഉണ്ടാക്കാനായിട്ട്. ഇവിടെ ഈ സ്കെൽറ്റിനെ കൊണ്ട് നല്ല പാടാണ്. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ആ സ്കെൽറ്റിനെ അവിടെ നിന്ന് മാറും. ബ്ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തിട്ടും കാര്യമില്ല. ഭിത്തിൻ്റെ അപ്പുറത്തേക്കൂടെയൊക്കെ ഇവർക്ക് അടിക്കാൻ പറ്റും. ഒരു അടി കൊണ്ടാൽ മതി 3 HP പോവും. അതും വേറെ കാര്യം. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നിൽക്കാനായിട്ട്. നമ്മൾ മിക്കാറും അവിടുന്ന് വേറെ 3 പേരും കൂടെ എന്നെ അടിക്കാൻ നോക്കുന്നുണ്ട്. കൊള്ളാതെ നോക്കണം. ഒന്നെങ്കിൽ പോളാർ ബിയറിൻ്റെ മേത്ത് കൊണ്ട് കഴിഞ്ഞാൽ അവന്മാർ തമ്മിൽ അടി ഉണ്ടാക്കുന്നുണ്ട്. അതായത് നന്നായി അവന്മാർ ആരെങ്കിലും തമ്മിലടിച്ച് എത്തോളും. അവന്മാർ അടിച്ച് നിർത്തില്ല. ആ സ്കെൽട്ടൻ ഇവിടുന്ന് മാറുന്നില്ല. ഇനി എങ്ങനെയെങ്കിലും പോളാർ ബിയറിൻ്റെ മേത്ത് കൊള്ളിക്കണം. അത് തന്നെ അവൻ്റെ മേത്ത് തന്നെ വന്നുകൊണ്ട്. ഈ സ്നോബോൾ എറിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഗുണമുണ്ട്. സ്നോബോൾ എറിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അവർ ഫ്രീസ് ആവും. അപ്പം അതിന് തന്നെയാണ് ഞാൻ സ്നോബോൾ എറിഞ്ഞത്. അതിനവിടെ ഫ്രീസ് ചെയ്യുന്നോളും. ആ സ്കെൽട്ടൻ നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് സ്കെൽട്ടനെ കൊല്ലാൻ പറ്റി. ഇതുപോലത്തെ കൗണ്ടേഴ്സ് നമുക്ക് ഇനി ഒരുപാട് ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ മേടിക്കൽ നമ്മൾ ശ്രദ്ധിക്കണം. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും താഴേക്ക് പോകും. നിന്നില്ലെങ്കിൽ നമ്മൾ താഴേക്ക് പോകും. ഇതിനിടയിൽ അധികം നേരം നിൽക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസ് ചെയ്ത് മരിക്കും. ഏതായാലും അതിൻ്റെ മേളിലേക്ക് കയറിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്ലിൻറ്റ് സ്റ്റീൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഫ്രീസിന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്ലിൻറ്റ് സ്റ്റീൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ പോയി നിന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഫ്രീസ് എല്ലാം പഴയ പോലെയാവും. നമുക്കിനി എന്തായാലും എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് നേരത്തെ കണ്ട ആ ഒരു സ്ട്രക്ചറിലേക്ക് വീണ്ടും പോകണം. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് ആ സ്ഥലം ക്യാപ്ചർ ചെയ്യണം. അതാണ് നമുക്ക് ഇനി അടുത്ത ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ വന്ന സ്ട്രക്ചറിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. നമുക്കിനി അവിടെ പോയിട്ട് അവിടെയുള്ള ആൾക്കാർ ഹോസ്റ്റലാണെന്ന് മനസ്സിലാക്കണം. ഹോസ്റ്റലാണെങ്കിൽ അവന്മാരെ തീർത്തിട്ട് ആ സ്ഥലം നമ്മുടെ കയ്യിലേക്ക് എടുക്കണം. ഇവിടെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അതാണ് നമ്മുടെ ആവശ്യം. ഇതൊരു വാച്ച് ടവർ. അതിൻ്റെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അല്ലെങ്കിൽ അവിടെ എല്ലാം മോബ്സ് ഉണ്ടാവും. താഴത്തുനിന്ന് ക്രീപ്പർ ഉണ്ടായി, പക്ഷെ ഒന്നും പറ്റിയില്ല. ഇവിടെ ഗോൾഡ് ഹോൺ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഒരു ഗോൾഡ് ഹോൺ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് താഴത്തുനിന്ന് വെച്ചാൽ അടിക്കുന്നുണ്ട്. അവനെ കൂടെ കൊല്ലണം. ഇതിനകത്ത് ആര് താമസിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ മൊത്തം മരങ്ങളുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇഗ്ലു ഉണ്ട്. അവിടെ കുറച്ച് പംകിൻ ഉണ്ട്. ഇവിടെ വേറെ ഔട്ട് പോസ്റ്റ് കൂടെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് സോംബീസ് വരുന്നുണ്ട്. ഗൈസ്, ഇതാണ് നമ്മളെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെന്ന് തോന്നുന്നത്. ഇത് മറ്റേ ഔട്ട് പോസ്റ്റിലുള്ളവരുടെ വേറെ ടൈപ്പ് വേരിയൻസ് ആണ് ഇതിനകത്ത് ഉള്ളവർ. ഇവിടെ അതുപോലത്തെ വേറെ ആൾക്കാരാണ്. ഇവിടെ കുറേ മോബ്സ് ഉണ്ട്. ഇവിടെ ഒരുപാട് മോബ്സ് ഉണ്ട്. ശ്രദ്ധിച്ച് ഇവിടെ നിൽക്കാനായിട്ട്. അവിടെ വേറെ ആൾക്കാർ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഇവിടെ ക്രീപ്പർ വരുന്നുണ്ട്. ഈ സ്ട്രേ എവിടെ നിന്ന് അടിച്ചാലും നമ്മുടെ മേത്ത് തന്നെ കൊള്ളും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ കൊല്ലണം. ഇവിടെ വീണ്ടും ഒരു ഔട്ട് പോസ്റ്റിലെ ആളും കൂടെ ഉണ്ട്. അവനെ കൂടെ എത്രയും പെട്ടെന്ന് കൊന്നിട്ട് നമുക്ക് ഈ സ്ഥലം നമ്മുടെ കയ്യിലേക്കാകാം. ഗൈസ്, ഞാൻ എല്ലാവരും കൊന്നു എനിക്ക് തോന്നണേ. ഇനി ഇവിടെ ആരും ബാക്കിയില്ല. ഇവിടെ ഇനി 2 സ്കെൽട്ടനും അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇനി എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഇനി സാധാ മോബ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും മരിച്ചെന്ന് തോന്നുന്നു.
ഇവിടെ കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ വീണ്ടും ഒരു ഗോഡ് ഹോൺ ഉണ്ട്, വേറെ ഒരു ഗോഡ് ഹോൺ. നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഇതെങ്ങനെ സൗണ്ട് തന്നെയാണ്. ഗൈസ് ആ ഒരു ഗോഡ് ഹോണും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. എനിക്ക് സ്ഥലം അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം റിസോഴ്സും വുഡും അതുപോലെ ഔട്ട് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ബേസ് നമുക്ക് സെറ്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് പഴയ ബേസിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം. നമ്മുടെ ബേസിൽ പോയിട്ട് ഇവിടെ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് നമ്മുടെ പുതിയ ബേസിലേക്ക് കൊണ്ടുപോകണം. നമുക്ക് പുതിയ ബേസ് ഉണ്ടാക്കുന്ന മുമ്പ് തന്നെ നമുക്ക് അടുത്ത ചെയ്യേണ്ടത് കുറച്ച് സ്ട്രിങ് ഒപ്പിക്കണം. സ്ട്രിങ് ഒപ്പിച്ച ശേഷം നമുക്ക് ബെഡ് ഉണ്ടാക്കണം. ഇവിടെ ആരും സ്ട്രിങ് ഡ്രോപ്പ് ചെയ്യുള്ളൂ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് എത്രയും പെട്ടെന്ന് ബെഡ് ഉണ്ടാക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഫാൻറ്റംസിൻ്റെ എന്നുള്ള അടി വാങ്ങേണ്ടി വരും. ഇവിടെ സ്പൈഡറൊക്കെ വളരെ റെയർ ആയിട്ടാണ് സ്പോൺ ആവണത്, അതാണ് വേറെ വലിയ പ്രശ്നം. ഇവിടെ സ്ട്രേയും ക്രീപ്പറും അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്പോൺ ആവണത്. അവിടെ വേറെ കുറച്ച് ആൾക്കാരും കൂടെ നിൽക്കുന്നുണ്ട്. അവിടെയുള്ള സ്പൈഡറിനെ കൊന്നിട്ട് സ്ട്രിങ് ഒപ്പിക്കണം. അവിടെ ഒരുപാട് സ്ട്രേ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് കയറിച്ചില്ല നല്ലതല്ല. എത്രയും പെട്ടെന്ന് അവിടുത്തെ ആ ഒരു സ്പൈഡറിനെ കൊന്നിട്ട് സ്ട്രിങ് എടുത്തിട്ട് അവിടെ നിന്ന് മാറണം. ഞാൻ അതെല്ലാം അങ്ങോട്ട് കയറിച്ചില്ലാണ്, കയറി ചെന്നിട്ട് ആ സ്പൈഡറിനെ കൊല്ലാൻ പോകണം. ഒരടി പോലും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു സ്ട്രിങ് കിട്ടിയിട്ടുണ്ട്. ഗൈസ് അത്യാവശ്യം സ്ട്രിങ് ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഹൈഡ്രേഷൻ നോക്ക് ഗൈസ്, ഒരടി പോലും നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും സ്പീഡില്ല. ഇവന്മാരാണെങ്കിൽ എല്ലാവരും വന്ന് തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് വെച്ച് എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറാൻ നോക്കണം. മേളിൽ നിന്നും ഒരു സ്കെൽറ്റൻ അടിക്കാൻ നോക്കുന്നുണ്ട്, ഓടാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം. ബോട്ട് വെച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ ബേസിലേക്ക് പോയിട്ട് ഹൈഡ്രേറ്റ് ചെയ്തെടുക്കണം. അങ്ങോട്ട് ചാടല്ലേ എന്ന് വിചാരിച്ചോളൂ, അങ്ങോട്ട് തന്നെ ചാടി. അവിടെ നിന്ന് ഒരു സോംബി വരുന്നുണ്ട്, ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ ഫ്രീസാവും ഗൈസ്, ഒന്നും അനങ്ങാനുള്ള കൈയൊന്നും അനങ്ങുന്നില്ല. ഹൈഡ്രേഷൻ വന്നുകൊണ്ട് ഹൈഡ്രേഷൻ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മരിക്കും. ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണം, ഇതാണ് അനങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. ഈ ബോട്ടുള്ളതുകൊണ്ടാണ് അനങ്ങാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. ബോട്ടിൽ നിന്ന് എങ്ങനെയും മാറാൻ നോക്കട്ടെ. ബോട്ട് പൊട്ടിച്ചിറങ്ങേണ്ടി വരും. യെസ്, ബോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ബേസ് തൊട്ടടുത്ത് തന്നെയാണ്, എങ്ങനെയെങ്കിലും അവിടെ എത്തണം ഗൈസ്. അങ്ങനെ ഫൈനലി ബേസിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ കയ്യിൽ 2 വൂളുണ്ടാക്കാനുള്ള സ്ട്രിങ്ങേ ഉള്ളൂ, അപ്പോൾ ഇനിയും സ്ട്രിങ് ഒപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ കൂടെ എപ്പോൾ നടന്നാലും ഞാൻ ഈ വെള്ളത്തേക്ക് ചാടിപ്പോവും. ഒരു സ്പൈഡർ ഉണ്ട്, അവനെ കൊന്നുണ്ട്, പക്ഷെ എത്രയും പെട്ടെന്ന് ആരും വരാതെ ഇതിൻ്റെ മേളിലേക്ക് കയറാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഫ്രീസ് ആവും. മേളിൽ നിന്ന് ഒരു സോംബി വരുന്നുണ്ട്, അവനെ എത്രയും പെട്ടെന്ന് കൊല്ലണം. വീക്ക്നെസ് വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വീക്ക്നെസ് മാറ്റിയിട്ട് നമുക്കിവിടുന്ന് പോകേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഒരു സ്പൈഡർ കൂടെ കണ്ടിട്ടുണ്ട്, ഈ സ്പൈഡർ കൂടെ മതിയാവും. പക്ഷെ എല്ലാവരും എന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അനങ്ങാൻ പറ്റുള്ള ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവുള്ളൂ, ഇത് എവിടെ നിന്നൊക്കെ അടി വന്നെയൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. എന്തെങ്കിലും ക്രൗ ബാർ ഉണ്ട്, അത് വെച്ചിട്ട് എങ്ങനെയും കൊല്ലാൻ നോക്കാം സ്പൈഡറിനെ. ബട്ടൺ മാറിപ്പോയാതെ ഗൈസ്. അങ്ങനെ ഞാൻ ബേസിൽ നിന്നും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത ശേഷം നമ്മൾ പുതിയതായിട്ട് ബേസ് ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. ആ വാച്ച് ടവറിൻ്റെ ഭാഗത്താണ് നമ്മൾ പുതിയ ബേസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അവിടെ നിന്ന് ഒരു 100 ബ്ലോക്ക് ഡിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ ആ 100 ബ്ലോക്ക് കവർ ചെയ്തിട്ട് അവിടേക്ക് എത്തണം. ഗൈസ് അങ്ങനെ ഞാൻ ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബെഡും ക്രാഫ്റ്റിംഗ് ടേബിളും എല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഗ്ലൂവിലാണ് ഞാൻ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വെള്ളം സെറ്റാക്കാനുള്ള സാധനം കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പെട്ടെന്ന് ഐസായി മാറുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ബേസ് സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ വാള് സെറ്റ് ചെയ്യണം. കാരണം പുറത്തുനിന്ന് ആരും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഏത് സമയം മോബ്ഷന് ശല്യമുണ്ട്, അതുകൊണ്ട് ഒരു വലിയ വാളിന് സെറ്റ് ചെയ്യണം. അത്യാവശ്യം പൊക്കമുള്ള വാള്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാൾ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ഇഗ്ലൂ ആണ്. നമുക്ക് വേണ്ടി ഒരു ഇഗ്ലൂ ആണ്. അത് കഴിഞ്ഞിട്ട് അൺവാണ്ടഡ് നിൽക്കുന്ന ഈ ബ്ലോക്സ് എല്ലാം നമുക്കെടുത്ത് കളയണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് നേരെ ഒരു ടൈം ലാപ്സിലേക്ക് പോകാം.
ഗായ്സ് അങ്ങനെ ബേസ് അറൗണ്ട് ചെയ്യുന്നുണ്ട് ഒരു വലിയ വാൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അൺവാണ്ടഡ് ആയിരുന്ന ബ്ലോക്സ് എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെയുള്ള ചെറിയ ഇഗ്ലൂ കളഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഒരു ഇഗ്ലൂ കൂടെ സെറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബേസ് ഫുള്ളി സെറ്റ് ആവും. ഗായ്സ് എങ്ങനെയുണ്ട് ഈ വാൾ? ഇനി ഇവിടുന്ന് ആരും പുറത്തുനിന്ന് ആരും ഇനി അകത്തേക്ക് കയറി വരത്തില്ല. അടുത്തായിട്ട് ബേസിന് സെന്ററിൽ തന്നെയായിട്ട് നമുക്കൊരു ഇഗ്ലൂ സെറ്റ് ചെയ്യണം നമുക്ക് വേണ്ടി. അടുത്തായിട്ട് നമുക്ക് നെതറിലേക്ക് പോകണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒബ്സിഡിയൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെതർ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലെതർ ഒപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓവർ വേൾഡിൽ നമുക്ക് ലെതർ ഒപ്പിക്കാൻ പറ്റിയ ആനിമൽസ് ആരുമില്ല. അതുകൊണ്ട് നെതറിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോഗ്ലിൻസ് നിന്നും നമുക്ക് ലെതർ ഒപ്പിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ കേവിലേക്ക് വന്നിട്ട് അവിടെ ഒരു ലാവാ പൂൾ ഉണ്ടായി. ആ ലാവാ പൂളിൽ നിന്ന് ഞാൻ ഒബ്സിഡിയൻ കളക്ട് ചെയ്യാണ്. ഗൈസ് കേവിൽ കൂടെ പോണ വഴിയിൽ നമുക്കൊരു മൈൻ ഷാഫ്റ്റ് കാണാനായിട്ട് പറ്റി. മൈൻ ഷാഫ്റ്റിൽ നിന്ന് നമുക്ക് അത്യാവശ്യം മെലൺ സീഡും അതുപോലെ പംകിൻ സീഡൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് നെയിം ടാഗ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ കുറച്ച് ഡയമണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. ഞാൻ എന്തായാലും പോർട്ടൽ ഉണ്ടാക്കാനുള്ള ഒബ്സിഡിയൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അത്യാവശ്യം ഒബ്സിഡിയൻ കളക്ട് ചെയ്തിട്ട് ബേസിലേക്ക് എത്തിക്കാണ്. ബേസിന്റെ ഇന്റീരിയലായിട്ട് ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ചെസ്റ്റും പിന്നെ ബെഡും മാത്രം വെച്ചിട്ടുള്ളൂ. നമുക്കിനി അടുത്തായിട്ട് ഇവിടെ നെതർ പോർട്ട് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നെതറിലേക്ക് പോകണം. നെതറിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ലെതർ കളക്ട് ചെയ്യണം. നെതർ പോർട്ടലും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ വെച്ചിട്ട് കത്തിച്ച് നമുക്ക് നെതറിന്റെ അകത്തേക്ക് പോവാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭയം കിട്ടിയാൽ മതിയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പോണാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് റാപ്പിഡ് ഫോറസ്റ്റ് ആണ്. റാപ്പിഡ് ഫോറസ്റ്റിലാണ് ഹോഗ്ലിൻസ് ഉള്ളത്. നമ്മുടെ സ്പോണിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു റാപ്പിഡ് ഫോറസ്റ്റ് ഉണ്ടായി. റാപ്പിഡ് ഫോറസ്റ്റ് നിന്നാണ് നമുക്ക് ഹോഗ്ലിൻസ് സ്പോൺ ആവുക. അപ്പോൾ അവിടെ പോയിട്ട് എളുപ്പത്തിൽ നമുക്ക് കുറച്ച് ലെതർ ഒപ്പിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്പോണിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു നെതർ ഫോർട്രസും ഉണ്ട്. അതേ നന്നായി. നമുക്ക് അവിടെ പോയിട്ട് അത്യാവശ്യം ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റ് ലൂട്ട് ചെയ്ത് എന്തെങ്കിലും അത്യാവശ്യമുള്ള എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഞാൻ ഏതായാലും ഫസ്റ്റ് തന്നെ നെതർ ഫോർട്രസിലേക്ക് പോവാണ്. നെതർ ഫോർട്രസിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ബ്ലേസ് ഉണ്ടായിട്ടുണ്ട്. ബ്ലേസിനെ കൊല്ലാതെ അകത്തേക്ക് പോകണം നല്ലതല്ല. അതുകൊണ്ട് ബ്ലേസിനെ ആദ്യം കൊന്നിട്ട് നമുക്ക് അതിന്റെ അകത്തേക്ക് പോവാം. ഈ ഭാഗത്തായിട്ട് ഒരുപാട് വിതർ സ്കെൽട്ടൻ ഉണ്ട്. ഫോർട്രസിലെ ചെസ്റ്റ് ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ലൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. കുറച്ച് സാഡിലും പിന്നെ ഗോൾഡൊക്കെയാണ് മെയിനായിട്ട് കിട്ടുന്നത്. ഡയമണ്ടിൻ്റെ ഹോൾസ് ആർമർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഗോൾഡും അയൺ ഉണ്ടായി. അതുകൊണ്ട് കളക്ട് ചെയ്യാണ്. അതിനകത്ത് വേറെ ചെസ്റ്റും കൂടെ ഉണ്ട്. ഫ്രണ്ടിലായിട്ട് വേറെ ചെസ്റ്റും കൂടെ ഉണ്ട്. ചെസ്റ്റിനകത്ത് ഗോൾഡ് സോഡും ഫ്ലിന്റ് ആൻഡ് സ്റ്റീലും പിന്നെ ഇൻഫിനിറ്റിൻ്റെ ഒരു ബുക്ക് ഉണ്ടായി ഗൈസ്. അതായത് നന്നായി നമുക്ക് ഫൈറ്റിനൊക്കെ വളരെ അത്യാവശ്യം വരും. ഞാൻ തന്നെ റാപ്പിഡ് ഫോറസ്റ്റിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഹോഗ്ലിൻസ് കുറെ സ്പോൺ ആവുന്നുണ്ട്. അപ്പോൾ ഇവരെ കൊന്നിട്ട് ലെതർ ചില സമയത്ത് ഡ്രോപ്പ് ചെയ്യും 1-2 ആയിട്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യണം. ഞാൻ ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. ബേസിൽ പോയിട്ട് ഒരു ആനിമൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആനിമലിൽ വെച്ചിട്ട് നമുക്ക് ബോ എൻചാൻറ്റ് ചെയ്യണം. ഇൻഫിനിറ്റിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. എൻ്റെ പൊട്ടാറായ ഒരുപാട് ബോ ഉണ്ടായി. അതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് പുത്തമുതി ബോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എൻചാൻറ്റ് എടുത്തിടാം. ഇൻഫിനിറ്റിയുള്ള ബോ നമുക്ക് ഒരുപാട് യൂസ് ആകും. കാരണം ദൂരെയുള്ള എനിമീസിനെ എളുപ്പത്തിൽ അടിച്ചിടാനായിട്ട് പറ്റും. ഞാൻ അതിൽ നിന്നും 6 ലെതർ കളക്ട് ചെയ്യണ്ടായി. അത് വെച്ചിട്ട് ആ പൗച്ച് ഞാൻ ഉണ്ടാക്കി. ആ പൗച്ചിന് ഞാൻ ഡയമണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സമയത്ത് എൻ്റെ 5 ലെവൽ വെള്ളം ഒറ്റ പൗച്ചിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആർമറെല്ലാം ഏകദേശം പൊട്ടാറായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പുതിയ സെറ്റ് ആർമറും കൊണ്ട് ഉണ്ടാക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് വേണ്ട എല്ലാ കാര്യവും ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് വേണ്ടത് ഫുഡാണ്. ഫുഡിനായിട്ട് ഞാൻ ഇവിടെ 1 മണിക്കൂർ ഫിഷിങ് ചെയ്യാൻ പോകുന്നത്. മിനിമം 1 സ്റ്റാക്ക് ഫുഡെങ്കിലും ഒപ്പിച്ചേ പറ്റുള്ളൂ. നമുക്ക് ആവശ്യമുള്ള ഫുഡും വെപ്പണും എല്ലാം സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പോകേണ്ടത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്. എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ വേൾഡിനെ പറ്റിയുള്ള സീക്രറ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. ഈ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തേണ്ടത് കുറച്ച് സ്ട്രക്ചറുകളാണ്. സ്ട്രക്ചർ കണ്ടുപിടിച്ച്
നമുക്ക് അവിടെയുള്ള സ്ട്രക്ചറിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് ബേസിനെയും കൂടെ നോക്കിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം. ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ച് വരവുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഞാനിനി പോകാൻ പോകുന്നത് നമ്മൾ ഇതുവരെയായിട്ടും പോകാത്തൊരു വഴി കൂടെ ആയിരിക്കും. എത്ര ബ്ലോക്ക് സഞ്ചരിച്ചാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാതെ തിരിച്ചു വരവുണ്ടാവില്ല. എങ്ങോട്ട് ഓടിയാലും ഈ സ്ട്രേ നമ്മളിങ്ങനെ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ ഏതെങ്കിലും സ്ട്രക്ചറിലേക്ക് എത്തുന്ന മുമ്പ് തന്നെ ഇവന്മാരുടെ ഫൈറ്റ് ചെയ്ത് നമ്മൾ ഫുഡും വാട്ടറെല്ലാം തീരുന്നതാണ്. ഫുഡൊക്കെ അത്യാവശ്യമുണ്ട്, പക്ഷെ വെള്ളമാണ്. വെള്ളത്തിനായിട്ട് ഞാൻ പ്യൂരിഫയർ ഓർഡർ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഗൈസ്, ബേസിൽ നിന്ന് ഒരു 100 ബ്ലോക്ക് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു അബാൻഡന്റ് വില്ലേജ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ വില്ലേജേഴ്സൊക്കെ താമസിച്ചിട്ടുണ്ടായി, പക്ഷെ അവരൊക്കെ എല്ലാം എക്സ്റ്റിൻറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റും പൊട്ടാറ്റൊക്കെ വളരാതെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് ബേസിലേക്ക് പോവാം. ഇവിടെ ഒരു ചെറിയ ഷെൽട്ടർ ഉണ്ട്. നമുക്ക് ഇന്ന് ഇവിടെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ട് വേറെ സ്ട്രക്ചർ തപ്പാനായിട്ട് പോയാൽ മതി. ഇവിടെ ക്യാരറ്റും പൊട്ടാറ്റോ ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എങ്ങാനും ബേസിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഫാം ചെയ്യാം. ഇവിടെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മോബ്സ് ഉണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ സോംബിഫൈഡ് വില്ലേജേഴ്സ് ഒക്കെ ഉണ്ട് ഒരുപാട്. ഏതായാലും രാത്രി ആയിട്ടുണ്ട്. അവിടെയുള്ള ഒരു വീട്ടിൽ തന്നെ ഞാൻ തങ്ങുകയാണ്. കുറച്ച് വെള്ളം സെറ്റാക്കിയിട്ട് വേണം ഇനി ട്രാവൽ ചെയ്യാനായിട്ട്, കാരണം വെള്ളം തീരാറായിട്ടുണ്ട്. നമുക്കേതായാലും മുന്നോട്ട് തന്നെ സഞ്ചരിച്ച് നോക്കാം. എന്തിനൊക്കെ സ്ട്രക്ചർ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മുന്നോട്ട് പോകുന്നതനുസരിച്ച് എന്തൊക്കെ ഡെഡ്ലി ക്രീച്ചേഴ്സിനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ ഇതുവരെയായിട്ടും കാണാത്ത ഒരുപാട് ക്രീച്ചേഴ്സ് ഇതിനകത്തുണ്ട്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 400 ബ്ലോക്ക് ഇപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ടാവണം. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ക്യാസ്റ്റിലകത്ത് സാധനം ഞാൻ കാണുന്നത്. ആ ക്യാസ്റ്റിലകത്ത് എന്തായാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും. ഉറപ്പായിട്ടും നമ്മൾ ഇതുവരെയായിട്ടും കാണാത്ത ഒരുപാട് ഡെഡ്ലി ക്രീച്ചേഴ്സും അതിലുണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകേണ്ടത്. എന്തൊക്കെ അവിടെ കാണാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇതിനോടകം ഈ ഭാഗത്ത് മാത്രമായിട്ട് ഒരുപാട് മോബ്സ് സ്പോൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ബേസ് സെറ്റാക്കി വെക്കണം. ഞാൻ ടവർ ചെയ്ത് മേളിൽ ചെറിയ ബേസ് സെറ്റാക്കാൻ നോക്കാം. നമുക്ക് അത്യാവശ്യം ചൂടും അതുപോലെ വെള്ളമൊക്കെ സെറ്റാക്കുന്ന രീതിയിലുള്ള ചെറിയ ബേസ് സെറ്റാക്കണം. താഴത്തുനിന്ന് ഒരുപാട് സ്ട്രേയും സോംബീസ് തന്നെ അടിക്കാൻ നോക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറേ പില്ലേജേഴ്സ് തന്നെ അടിക്കുന്നുണ്ട്. ഞാൻ മേളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം അഡ്വാൻറ്റേജ് ഉണ്ട്. താഴെയുള്ള എനിമീസിനെയൊക്കെ ബോ വെച്ച് കൊന്നളയാം. ആ ക്യാസ്റ്റിലുള്ള മോബ്സ് എല്ലാം എന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് മാക്സിമം താഴേക്ക് ചാടാൻ നോക്കണം, കാരണം ഇപ്പോൾ തന്നെ താഴെ ഒരുപാട് മോബ്സ് സ്പോൺ ആയിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഏതായാലും ആ ക്യാസ്റ്റലിൻ്റെ അകത്തേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു. പുറത്ത് തന്നെ ആ ക്യാസ്റ്റലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടൊരു വലിയ ഗേറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് മോബ്സ് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ നോക്കുന്നത് ആ ഗേറ്റിലുള്ള ആൾക്കാരെ അത് തന്നെ തീർക്കാനാണ്. ഒരുപാട് മോബ്സ് അവിടെ നിന്ന് വരുന്നുണ്ട്. എന്തായാലും ക്യാസ്റ്റലിൻ്റെ അകത്ത് എന്തായാലും ഒരുപാട് മോബ്സ് കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വെറുതെ അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല. നമ്മുടെ കയ്യിലുള്ള ഫുഡും വാട്ടറും എല്ലാം സെറ്റായ ശേഷം മാത്രമേ ഇതിനകത്തേക്ക് കയറാൻ പാടുള്ളൂ. ഏതായാലും ആ ഗേറ്റിലുള്ള എനിമീസൊക്കെ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഞാൻ ഏതായാലും ക്യാസ്റ്റലിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാണ്. പെട്ടെന്ന് വെച്ചെങ്ങാനും നമുക്ക് ഫുഡോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മേളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി ഞാൻ വെച്ച് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ക്യാസ്റ്റിൽ ട്രയൽ ചേമ്പർ പോലെയാണ് വർക്ക് ആവുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ മോബ് സ്പോണർ ഉണ്ട്. ആ മോബ് സ്പോണറിൽ നിന്ന് വെറൈറ്റി ടൈപ്പ് മോബ്സ് ഒക്കെ സ്പോൺ ആവും. നമ്മൾ അവരെല്ലാവരും കൊല്ലണം. ഇപ്പം തന്നെ ഒരുപാട് വില്ലേജേഴ്സ് ഇവിടെ സ്പോണായി കഴിഞ്ഞിട്ടുണ്ട്. മോബ്സിനെ കൊല്ലുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഗേറ്റിൻ്റെ പൊക്കത്തുള്ള മോബ്സൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഗൈസ്, ഗേറ്റിലുള്ളതിനേക്കാളും കൂടുതൽ മോബ്സ് സ്പോൺ ആവുന്നത് താഴെയാണ്. അതിൻ്റെ അർത്ഥം താഴെയാണ് ഏറ്റവും കൂടുതൽ മോബ്സ് ഉള്ളത്. അപ്പോൾ താഴെ കൂടെ കയറി തന്നെ മണ്ടത്തരാണ്. നമ്മുടെ അതിനനുസരിച്ചുള്ള റിസോഴ്സസ് ഇല്ല. ഇങ്ങനെ പോയാലും ഡെഡ്ലി ആയിട്ടുള്ള വെറൈറ്റി മോബ്സ് താഴെ ഉണ്ടാവും. ഗേറ്റിൻ്റെ അടിയിലും ഒരുപാട് സ്പോണേഴ്സ് ഉണ്ട്. അപ്പോൾ അടിയിലേക്ക് പോകണം അത്ര നല്ലതല്ല. ഒരുപാട് മോബ്സ് താഴെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇൻഫിനിറ്റിയുള്ള ബോയിന്റെ ഡ്യൂറബിലിറ്റി തീരുന്നതിന് മുമ്പ് ഈ ക്യാസ്റ്റിൽ മൊത്തം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവണം. ഏതായാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ക്യാസ്റ്റിലെ ടോപ്പ് ഫ്ലോറിലെ കാണത്തുള്ളൂ. വെറുതെ താഴത്തെ ഫ്ലോറിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് നമ്മൾ റിസോഴ്സസ് വേസ്റ്റ് ചെയ്യണ മണ്ടത്തരായിരിക്കും. ഇതിലെ ക്യാസ്റ്റിന്റെ ടെറസും അവിടെ ഒരുപാട് മോബ്സ് സ്പോണേഴ്സ് ഉണ്ട്. ഇവിടുന്ന് അറിയാതെ പോലും നമ്മൾ താഴേക്ക് ചാടി പോരുത്. താഴേക്ക് ചാടി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ മരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായി നിൽക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അവിടെയുള്ള സ്പോണേഴ്സിനുള്ള എനിമീസിനൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കണം. അവിടെ ഒരു വെറൈറ്റി മോബ് സ്പോൺ ആയിട്ടുണ്ട്. മോബ്സിനെ നമ്മൾ ഒരുമാതിരി കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വേറെ ആരും സ്പോൺ ആവത്തില്ല. അതുകൊണ്ട് മാക്സിമം ആ സ്പോണറുകളെല്ലാവരും കൊന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറണം. ഇവിടെ നിന്ന് ബോ ചെയ്ത് കൊല്ലാനായിട്ട് എളുപ്പമാണ്. മാക്സിമം സ്ട്രെയിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫൈറ്റ് ഒഴിവാക്കണം, കാരണം അവരെവിടെ നിന്ന് അടിച്ചാലും നമ്മുടെ മേത്ത് കൊള്ളും. മേളിൽ മാത്രം നിന്നുകൊണ്ട് കാര്യമില്ല. ഞാൻ എന്തായാലും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് സ്ട്രേ സ്പോൺ ആയിട്ടുണ്ട്. അവന്മാരെന്നെ ഒരു വിധത്തിലും വിടുന്നില്ല. നമുക്ക് കുറച്ച് സമയം കണ്ടെത്തണം. ഞാൻ ഫ്രീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. അവന്മാർക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് ഹങ്കറും ഹൈഡ്രേഷനൊക്കെ സെറ്റാക്കിയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അതൊരു ക്ലോസ് കൗണ്ടർ ആയിരുന്നു. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ഇനി പെട്ടെന്ന് നമ്മുടെ ഹങ്കർ എല്ലാം റീഫിൽ ചെയ്യണം.
നമ്മുടെ ഇവിടെ വെള്ളം ഏകദേശം തീരാറായിട്ടുണ്ട്. ഞാൻ ഏതായാലും സ്പോണർ എന്നുള്ള എല്ലാ സ്ട്രെയിനും ഞാൻ കൊല്ലാനായിട്ട് പോവാണ്. താഴെ കാണുന്ന ഐസ് പോലത്തെ മോബിനെ ഒടുക്കത്തെ ഫാസ്റ്റാണ്, ഭയങ്കര മൂവ്മെന്റ് സ്പീഡാണ്. നമ്മൾ താഴേക്ക് പോകാത്ത എന്തുകൊണ്ടും നന്നായി. നമ്മൾ സ്പോണറിലുള്ള എല്ലാവരും കൊന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോണറിൽ നിന്ന് നമുക്ക് റിവാർഡ്സ് കിട്ടും. നമുക്ക് എന്തായാലും ക്യാസിലിൻ്റെ അകത്തേക്ക് തന്നെ കയറണം. അതുകൊണ്ട് ഞാൻ എന്തായാലും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പില്ലേജേഴ്സ് ഉണ്ട്, അവരെ കൊന്നിട്ട് നമുക്ക് ക്യാസിലിൻ്റെ അകത്തേക്ക് കയറണം. ഇത് ക്യാസ്റ്റിന് ടോപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രീസ് ആവാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ടെമ്പറേച്ചർ വളരെ കുറവായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം, ടെമ്പറേച്ചർ ശരിയാക്കണം. അവിടെ വീണ്ടും ഒരു പില്ലേജർ സ്പോൺ ആയിട്ടുണ്ട്. ആ പില്ലേജറിനെ കൂടെ നമുക്ക് കൊല്ലണം പെട്ടെന്ന് പോയിട്ട്. പെട്ടെന്ന് ഫ്രീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് തന്നെ കൊല്ലണം. വീക്ക്നെസ് കിട്ടിയിട്ടുണ്ട്. വീക്ക്നെസ് കിട്ടി, എത്ര പെട്ടെന്ന് തന്നെ കൊല്ലണം. പ്യൂരിഫൈഡ് വാട്ടർ കംപ്ലീറ്റ് തീർന്നുണ്ട്, അതുകൊണ്ട് ഞാൻ റീഫിൽ ചെയ്യാൻ വന്നേക്കാണ്. ഇവിടെ ഞാൻ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ പറ്റിയ സാധനം ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി എത്രയും പെട്ടെന്ന് ക്യാസിലിൻ്റെ അകത്തേക്ക് കയറാം. നമ്മൾ മുമ്പ് പോയ വഴി കൂടെ തന്നെയാണ് കയറാൻ പോണത്. ടെറസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയൊരു വഴി ഉണ്ടായി. അപ്പോൾ ഞാൻ വഴി കൂടെ കയറി ചെല്ലാണ്. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ ഒരുപാട് സ്പോണേഴ്സ് ഉണ്ട്, ഇതിൽ നിന്ന് ആൾക്കാർ സ്പോൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ കവർ ചെയ്ത് വെക്കുകയാണ്, കാരണം അതിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ ജീവികൾ വരുമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്ത് പ്രത്യേക സൗണ്ടുള്ള ഒരു ജീവിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഗൈസ്, അകത്തായിട്ട് വേറെ എന്തോ ജീവി സ്പോൺ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ കവർ ചെയ്ത് വെച്ചോണ്ട് തന്നെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഗൈസ്, എന്തോ ഡെഡ്ലി ആയിട്ടുള്ള ക്രീച്ചർ അവിടെ ഉണ്ട്. അതിൻ്റെ കാര്യം പ്രത്യേക രീതിയിലൊരു ദണ്ടൊക്കെ ഉണ്ട്. അതിന് മാക്സിമം ഡാമേജ് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിന് നല്ല ഹെൽത്ത് ഉണ്ട്, അതാണ് വേറെ പ്രശ്നം. എത്ര അടിച്ചിട്ടും ചാവുന്നില്ല. അതിൻ്റെ ഒരു അടി എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്ത് പാതിയായി. സ്ക്രീനൊക്കെ ഫ്രീസായി പോയി ഗൈസ്, ഞെട്ടിപ്പോയി. ഞാൻ ഇപ്പം എൻ്റെ അകത്ത് കയറിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മരിച്ചേനെ. നമുക്ക് മാക്സിമം ഡാമേജ് കൊടുത്തിട്ട് കൊല്ലാൻ നോക്കണം അതിനെ. ഗൈസ്, ഈ ക്രീച്ചിന് ഒരുപാട് ഹെൽത്ത് ഉണ്ട്, എന്ത് ചെയ്തിട്ട് ഇത് ചാവുന്നില്ല. ഗൈസ്, ഫൈനലി അതിനെ കൊന്നിട്ടുണ്ട്. അതിന് നല്ല രീതിയിൽ ഹെൽത്ത് ഉണ്ടായി. അതിന് ബാക്കിയുള്ള പില്ലേജേഴ്സിനെ കൊന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി നോക്കണം. ഇമാർക്കൊക്കെ ഒരു അവസാനം ഇല്ലാത്ത പോലെയാണ് ഇമാര് സ്പോൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പില്ലേജേഴ്സ് സ്പോണായി വരുന്നുണ്ട്, അവരെല്ലാവരും കൊന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറണം. അകത്തുനിന്ന് നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ട്. ഈ കീ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടണം. ഇതൊരു കാസ്റ്റൽ കീ ആണ്. ഇതിന് എവിടെ ഇടേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഇട്ടിട്ട് വർക്കായിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഇതിലായിട്ടും കാണാത്ത ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെ അപ്ഗ്രേഡറും പിന്നെ എന്തൊക്കെ ബോൾ പോലത്തെ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്ത ശേഷം ഞാൻ വീണ്ടും കാസ്റ്റലിൻ്റെ അകത്തേക്ക് തന്നെ പോവാണ്. കാസ്റ്റലിൻ്റെ അകത്തായിട്ട് ഒരുപാട് ട്രാപ്സ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫ്ലോറിലും ഒരുപാട് മോബ്സ് സ്പോൺ ആവും, അത് ഉറപ്പാണ്. ചില ഭാഗത്തൊക്കെ ആയിട്ട് പില്ലേജേഴ്സും സ്ട്രേ നിൽക്കുന്നുണ്ട്, അവരെ കൊന്നിട്ട് നമുക്ക് അടിയിലേക്ക് പോവാം. സ്ട്രേ ഒക്കെ എവിടെ നിന്ന് അടിച്ചാലും നമ്മുടെ മേത്ത് തന്നെ കൊള്ളുവാണ്. അത് കൊണ്ടുകഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വീക്ക്നെസ്സും ഉണ്ടാവും. ഞാൻ ഇതും കാസ്റ്റലിൻ്റെ അടിയിലേക്ക് പോവാണ്. കാസ്റ്റലിൻ്റെ അടിയിൽ പോയിട്ട് ഞാൻ അവിടെയുള്ള എല്ലാ സ്പോണറും ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ഗേറ്റിൽ നിന്നുള്ള മോബ്സ് വരാതിരിക്കാനായിട്ട് ഞാൻ അവിടെ വുഡ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്പോൺ ആവുന്നത് സ്ട്രേയും അതുപോലെ തന്നെ പില്ലേജേഴ്സും ആണ്. ഞാൻ മാക്സിമം എല്ലാവരും കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. ഇവരാണ് നിർത്താതെ സ്പോൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാൻ ഏതായാലും എല്ലാവരും കൊന്നിട്ടുണ്ട്. ഇവിടെയുള്ള സ്പോണേഴ്സിൽ നിന്ന് കുറച്ച് റിവാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിന് വലിയ മോബ്സ് ഒന്നും ഇവിടെ നിന്ന് സ്പോൺ ആയിട്ടില്ല. മിക്കവാറും സ്പോൺ ആവാൻ ചാൻസ് ഗേറ്റിൻ്റെ അപ്പുറത്തുനിന്നായിരിക്കും. പക്ഷേ എന്തായാലും അതിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നില്ല, കാരണം ടൈം ഏകദേശം 24 മണിക്കൂർ ആവാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വൈറ്റ് മാത്രം കണ്ടുകൊണ്ട് എനിക്ക് തല കറങ്ങുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് എന്തായാലും ബേസിലേക്ക് തന്നെ പോവാണ്. ഈ 2 ഐറ്റംസ് ആണ് നമുക്ക് അവിടെ നിന്ന് മെയിനായിട്ട് കിട്ടിയത്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ സാധനം വെച്ച് പല സാധനങ്ങളും ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം ക്രിസ്മസ് സീസൺ ആയിട്ടുണ്ടായി, അതുകൊണ്ടാണ് ചെസ്റ്റൊക്കെ ഗിഫ്റ്റ് പോലെ ആയത്. ഇതായാലും നമുക്ക് കിട്ടിയ ഐറ്റംസ് വെച്ച് എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതുപോലുള്ള ഒരു കേപ്പ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ആ കേപ്പിനുള്ള ഐറ്റം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ആ ഡാഗർ ഉണ്ടാക്കാൻ പറ്റും, ഫ്രോസ്റ്റ് വാൻഡ് എന്ന് പറഞ്ഞ സാധനം. ഈ വെപ്പണാണ് അതിൽ ആ ക്രീച്ചർ ഉപയോഗിച്ചിട്ടുണ്ടായത്. ഏതായാലും ഇതിന് അത്യാവശ്യം പവർ ഉണ്ട് തോന്നുന്നു കണ്ടിട്ട്. ഇത് വെച്ച് മോബ്സിന് ഡാമേജ് എടുക്കുമെന്ന് നോക്കാം. അവിടെ നിൽക്കുന്ന എനിമിയിൽ പ്രയോഗിച്ച് നോക്കാം. ഡാമേജ് എടുക്കുന്നുണ്ട്. ഇവിടെ അടിയിൽ കുറച്ച് മോബ്സ് നിൽക്കുന്നുണ്ട്, അവരിലേക്കൊന്ന് ഈ വെപ്പൺ വെച്ചൊന്ന് അടിച്ചു നോക്കാം. അതോടുകൂടി നമ്മൾ ഈ ഫ്രോസ്റ്റ് വേസ്റ്റ് ലാൻഡിൽ 24 മണിക്കൂറും സർവൈവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്തു. ഓൾമോസ്റ്റ് 50 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദുർഗം പിടിച്ച പല സംഭവങ്ങളും മെന്റലി കുറെ കാര്യങ്ങൾ ബാധിച്ചെങ്കിലും നമ്മൾ 24 മണിക്കൂർ സർവൈവ് ചെയ്തിരിക്കുന്നു. എന്നാലും സന്തോഷിക്കാൻ പറ്റിയ ഒരുപാട് നിമിഷങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ എനിക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ എന്താണ് ഈ വേൾഡിൽ സംഭവിച്ചത്?